9 മാസം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ചെലവഴിച്ചതിനു ശേഷം അമേരിക്കൻ ബഹിരാകാശ യാത്രികയായ സുനിത വില്യംസും ബുച്ച് വിൽമോറും സുരക്ഷിതമായി ഭൂമിയിൽ തിരിച്ചെത്തി. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35-ന് ISSൽ നിന്നും പുറപ്പെട്ട അദ്ദേഹം ബുധനാഴ്ച പുലർച്ചെ 3:30-ന് അമേരിക്കയിലെ ഫ്ലോറിഡ തീരത്ത് കടലിൽ ഇറങ്ങി. സ്വകാര്യ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സിന്റെ ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ അദ്ദേഹം ആകെ 17 മണിക്കൂർ സഞ്ചരിച്ചു. എന്നാൽ റഷ്യയുടെ സോയുഡ് ബഹിരാകാശ പേടകത്തിന് അതേ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്നും ബഹിരാകാശ യാത്രികരെ വഹിച്ചുകൊണ്ട് 3 മണിക്കൂറിനുള്ളിൽ ഭൂമിയിലെത്തിക്കാൻ കഴിഞ്ഞു. ഒരേ സ്ഥലത്ത് നിന്നും പുറപ്പെട്ട 2 ബഹിരാകാശ പേടകങ്ങൾക്കിടയിൽ 14 മണിക്കൂർ യാത്രാ സമയ വ്യത്യാസം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ബഹിരാകാശ യാത്ര ഭൗതിക ശാസ്ത്ര നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ബഹിരാകാശത്ത് നിന്നും ഭൂമിയിലേക്ക് മടങ്ങുമ്പോൾ ബഹിരാകാശ പേടകങ്ങൾ ബഹിരാകാശത്ത് നിന്നും നേരിട്ട് താഴേക്ക് ഇറങ്ങുന്നില്ല. അവർ പതുക്കെ അടുത്തേക്ക് വന്ന് സുരക്ഷിതമായി ഇറക്കണം. ഇതിനാവശ്യമായ സമയം ബഹിരാകാശ പേടകത്തിന്റെ വലുപ്പത്തെയും ലാൻഡിംഗ് ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യയെയും ആശ്രയിച്ചിരിക്കുന്നു. ഡ്രാഗൺ സോയുസ് ബഹിരാകാശ പേടകങ്ങൾ വ്യത്യസ്ത സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുന്നതിനാൽ വിക്ഷേപണം മുതൽ ISI ഇറക്കുന്നത് വരെയുള്ള സമയങ്ങൾ വ്യത്യസ്തമായിരിക്കും. റഷ്യയുടെ സോയുസ് ബഹിരാകാശ പേടകം 1960കളിലാണ് രൂപകൽപ്പന ചെയ്തത്. ബഹിരാകാശ യാത്രികരെ വേഗത്തിൽ ഭൂമിയിലേക്ക് തിരികെ കൊണ്ടുവരുന്ന ചെറുതും ഉറച്ചതുമായ ഒരു ബഹിരാകാശ പേടകത്തിന്റെ ആകൃതിയിലാണ് ഇത്. ഒരു സമയം പരമാവധി 3 പേർ ഇതിൽ യാത്ര ചെയ്യാം. ISSൽ നിന്നും പറന്നുയർന്ന ശേഷം ബഹിരാകാശ പേടകം ഭൂമിയിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്നു. ഇതോടെ ബഹിരാകാശ യാത്രകൾ വെറും 3 മണിക്കൂറിനുള്ളിൽ ഭൂമിയിലെത്തും. സോയുസ് ബഹിരാകാശ പേടകത്തെക്കുറിച്ചും യൂറോപ്യൻ ബഹിരാകാശ ഏജൻസി പറയുന്നു. കസാക്കിസ്ഥാനിലെ സ്റ്റെപ്പി ലാൻഡിംഗ് വരെ വേഗത്തിലുള്ള ഒരു പ്രക്രിയയായിരുന്നു. ഏകദേശം 3.5 മണിക്കൂർ എടുത്തു. ഭൂമിയിലേക്ക് തിരികെ പ്രവേശിക്കുമ്പോൾ സോയുസ് ബഹിരാകാശ പേടകത്തിന്റെ 3 ഭാഗങ്ങളിൽ 2 എണ്ണം കത്തിയിരുന്നു. ഒരു ഭാഗം മാത്രമേ പുറത്തു വരൂ. ലാൻഡിങ്ങിന് 15 മിനിറ്റ് മുമ്പ് 4 പാരച്യൂട്ടുകൾ തുറക്കും. ആദ്യം 2 പാരച്യൂട്ടുകൾ തുറക്കും, തുടർന്ന് മൂന്നാമത്തെ വലിയ പാരച്യൂട്ട് തുറക്കുന്നു. ഇത് ബഹിരാകാശ പേടകത്തിന്റെ വേഗത സെക്കൻഡിൽ 320 മീറ്ററിൽ നിന്നും സെക്കൻഡിൽ 80 മീറ്ററായി ഒതുങ്ങുന്നു. ഒടുവിൽ 4ാമത്തെ പാരച്യൂട്ടും തുറക്കുന്നു. ഇത് 3ാമത്തെ പാരച്യൂട്ടിനേക്കാൾ 40 മടങ്ങ് വലുതാണ്. പേടകം നേരെ ലാൻഡ് ചെയ്യാൻ കഴിയുന്ന തരത്തിൽ ചരിഞ്ഞാണ് നിർമ്മിച്ചിരിക്കുന്നത്. പേടകത്തിന്റെ വേഗത സെക്കൻഡിൽ 7.3 മീറ്ററായി കുറയുകയും ചെയ്തു. എന്നിരുന്നാലും ഈ വേഗതയിലും ലാൻഡിങ്ങിലും വളരെ കൂടുതലാണ്. ഇത് കൂടുതൽ കുറയ്ക്കുന്നതിന് ലാൻഡിങ്ങിന് തൊട്ടു മുൻപ് പേടകത്തിന്റെ അടിയിൽ സ്ഥിതി ചെയ്യുന്ന 2 എഞ്ചിനുകൾ ഓണാക്കുന്നു. ഇത് ബഹിരാകാശ പേടകത്തിന്റെ വേഗത വീണ്ടും കുറയ്ക്കും. കഴിഞ്ഞ ബുധനാഴ്ച സുനിത വില്യംസും ബുച്ച് വിൽമോറും 9 മാസങ്ങൾക്ക് ശേഷം ഡ്രാഗൺ ക്യാപ്സ്യൂളിൽ ഭൂമിയിലേക്ക് മടങ്ങി. സോയുസ് ബഹിരാകാശ പേടകത്തിന്റെ ലാൻഡിംഗ് എങ്ങനെയുള്ളതാണ്? ഭൂമിയുടെ ഭ്രമണപഥത്തിൽ നിന്നും പുറത്തു കടക്കാൻ സോയൂസ് അതിന്റെ എഞ്ചിനുകൾ ഉപയോഗിക്കുന്നു. തുടർന്ന് ഏകദേശം 90 ഡിഗ്രി കോണിൽ ഭൂമിയുടെ അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിക്കുമ്പോൾ വേഗത കുറയുന്നു. നേരിട്ടുള്ള പ്രവേശന സമയത്ത് അതിവേഗ ബഹിരാകാശ പേടകത്തിന്റെ വായുഘർഷണം മൂലം വേഗത കുറയുന്നു. ഈ പ്രക്രിയയിൽ ബഹിരാകാശ പേടകത്തിൽ ധാരാളം താപവും ശക്തിയും സൃഷ്ടിക്കുന്നു. ഈ ഉയർന്ന ചൂടിൽ നിന്നും ബഹിരാകാശ യാത്രികരെ സംരക്ഷിക്കാൻ ഒരു ഹീറ്റ് ഷീൽഡ് സഹായിക്കുന്നു. എന്നാൽ ഈ സുരക്ഷാ നടപടികൾ ഉണ്ടായിട്ടും ഗുരുത്വാകർഷണത്തെക്കാൾ പല മടങ്ങ് ശക്തമായ ഒരു ശക്തി ബഹിരാകാശ യാത്രികർക്ക് അനുഭവപ്പെടുന്നു. അന്തരീക്ഷം ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറയ്ക്കുമ്പോൾ സോയൂസ് അതിന്റെ പാരച്യൂട്ടുകൾ വിന്യസിക്കാൻ തുടങ്ങുന്നു. ഇത് ബഹിരാകാശ പേടകത്തിന്റെ വേഗത വീണ്ടും കുറയ്ക്കുന്നു. സോയൂസ് ബഹിരാകാശ പേടകത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ പ്രത്യേകത അതിന്റെ വേഗതയാണ്. ബഹിരാകാശ സഞ്ചാരികൾക്ക് ബഹിരാകാശ വികിരണത്തിന്റെയും 0 ഗുരുത്വാകർഷണത്തിന്റെയും ഫലങ്ങൾ കുറഞ്ഞ സമയത്തേക്ക് അനുഭവിക്കേണ്ടി വരും. പക്ഷേ അതിന്റെ ലാൻഡിംഗ് വളരെ ബുദ്ധിമുട്ടാണ്. സോയൂസ് ബഹിരാകാശ പേടകം സാധാരണയായി കസാക്കിസ്ഥാനിലെ സമതലങ്ങളിലാണ് ഇറങ്ങുന്നത്. ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന്റെ 7 പേർക്ക് സഞ്ചരിക്കാം. ഇതിൽ ലാൻഡിങ്ങിനായി വ്യത്യസ്തമായ ഒരു രീതിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഭൂമിയിലേക്ക് വേഗത്തിൽ നേരിട്ട് ഇറങ്ങുന്നതിന് പകരം അത് മന്ദഗതിയിലുള്ള ഒരു യാത്ര കൂടിയാണ്. ഭൂമിയിലേക്കുള്ള മടക്കയാത്ര സുരക്ഷിതവും സുഖകരവുമാകാനും ഇത് സഹായിക്കുന്നു. 2019 ജൂൺ 25-ന് സോയൂസ് MS-11
ബഹിരാകാശ പേടകം 3 ബഹിരാകാശ യാത്രികരെ ASIൽ നിന്നും ഭൂമിയിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു. ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിന് അതിന്റെ ഭ്രമണപഥം ക്രമീകരിക്കാൻ നിരവധി മണിക്കൂറുകൾ എടുക്കും. ഡ്രാഗൺ ബഹിരാകാശ പേടകത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന ഡ്രാക്കോ ത്രസ്റ്റുകളിൽ എന്നിവ ഉൾപ്പെടുന്ന 16 എഞ്ചിനുകൾ വഴിയാണ് ഈ ജോലി ചെയ്യുന്നത്. ലാൻഡിംഗ് സമയത്ത് അനുകൂലമായ സാഹചര്യങ്ങൾ നിർണ്ണയിക്കാൻ ഇത് പ്രൊജക്റ്റഡ് കൺട്രോളർമാരെ സഹായിക്കുന്നു. സോയൂസ് ബഹിരാകാശ പേടകത്തിൽ നിന്നും വ്യത്യസ്തമായ ഡ്രാഗൺ ബഹിരാകാശ പേടകം ഭൂമിയിൽ അന്തരീക്ഷത്തിലേക്ക് ഒരു ചരിവ് കോണിൽ നിന്നും പ്രവേശിക്കുന്നു. ഈ രീതിയിൽ അന്തരീക്ഷവുമായി സമ്പർക്കം പുലർത്തുന്നതിലൂടെ ഉണ്ടാകുന്ന താപനില കൂടുതൽ സമയത്തേക്ക് കൂടുതൽ വിസ്തൃതിയിൽ പുറത്തുവിടുന്നു. ഇത് ബഹിരാകാശ യാത്രികളുടെ മേലുള്ള ആഘാതം കുറയ്ക്കുന്നു. ഇതിനു പുറമെ ഈ സമയത്ത് പേടകം അതിന്റെ വേഗത ക്രമേണ കുറയ്ക്കുന്നു. അന്തരീക്ഷത്തിലേക്ക് വീണ്ടും പ്രവേശിച്ചതിന് ശേഷം പേടകത്തിന്റെ സ്ഥിരത നിലനിർത്താൻ 2 വലിയ പാരച്യൂട്ടുകൾ ഉപയോഗിക്കുന്നു. കൂടാതെ ലാൻഡിങ്ങിന് തൊട്ടുമുമ്പ് ബഹിരാകാശ പേടകത്തിന്റെ വേഗത കുറയ്ക്കാൻ 4 പാരച്യൂട്ടുകളും ഉണ്ട്.